ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുംഭമേള വൈറൽ ഗേൾ മൊണാലിസയുടെ മാരേജുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്ത് കേരളത്തിൽ വന്നിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് ഫർമാൻ ഖാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവാവിനെ കല്യാണം കഴിച്ചത്. ഇതിന് നേതൃത്വം നൽകിയത് നമ്മുടെ CPM നേതാക്കളാണ്. ശിവൻകുട്ടി മാമൻ, ഗോവിന്ദണ്ണൻ, ഡബിളെ റഹീം. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് 3 പേരും ഈ കല്യാണം നടത്തി കൊടുത്തു. ഇതിനുശേഷം കുറെ കോൺട്രവേഴ്സീസ് ഉണ്ടായി. മെയിൻ കോൺട്രവേഴ്സി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണിന്റെ ഏജുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സി തന്നെയാണ്. സ്റ്റിൽ ഈ ഒരു കോൺട്രവേഴ്സി കത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊണാലിസയുടെ പേരൻസ് മധ്യപ്രദേശ് പോലീസിൽ കേസ് കൊടുത്തിരിക്കുകയാണ് മൊണാലിസയ്ക്ക് കല്യാണപ്രായമായില്ല എന്ന്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്നലെ മൊണാലിസ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തിന്റെ ജീവന് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടത്. ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഈ ഒരു മാരേജ് ഭയങ്കര കോൺട്രവേഴ്സി ആയി. ഒരു പൊൻതൂവൽ കൂടി ഗവൺമെന്റിന്റെ തലയിൽ ഇരിക്കുമെന്നായ സമയത്ത് ഈ മൊണാലിസയും ഫർമാനും കൂടെ ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കാര്യങ്ങളൊക്കെ വിവരിച്ചു പോയി. പുള്ളിക്കാരത്തെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. പാൻ കാർഡ്, ആധാർ കാർഡ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഈ മൊണാലിസയുടെ പേരൻസ് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കുകയാണ്. അതിനകത്ത് പുള്ളിക്കാരത്തിയുടെ ഏജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 30/12/2009 ആണ്. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ പെണ്ണിന് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. നേരത്തെ ഈ ഒരു കാര്യത്തെ ചൊല്ലി തന്നെയായിരുന്നു കോൺട്രവേഴ്സി വന്നിട്ടുണ്ടായിരുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി 2025 ജാനുവരി 21 തന്റെ 16ാമത്തെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടാണ് കേക്ക് മുറിക്കുന്നത്. ആ ഒരു വീഡിയോയും പുള്ളിക്കാരത്തിയുടെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു വീഡിയോ നിലവിലില്ല, അത് മുക്കിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഈ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടാണ് കാണുന്നത്. ഈ കല്യാണത്തിന് ഇവർ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന സർട്ടിഫിക്കറ്റിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 1/1/2008 ആണ്. എന്ന് വെച്ചാൽ ജാനുവരി 1, ന്യൂ ഇയറിന്റെ അന്ന്. ആ ഒരു ഡേറ്റ് കാണുമ്പോൾ തന്നെ പലർക്ക് സംശയം തോന്നും ഇത് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന്. എന്നാൽ അത് ശരിവെക്കുന്ന തരത്തിലാണ് ഈ മൊണാലിസയുടെ പേരൻസ് ഇപ്പം മധ്യപ്രദേശ് പോലീസിൽ കേസ് കൊടുത്തിരിക്കുന്നത്. മൊണാലിസയ്ക്ക് 18 വയസ്സ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന News 18 വന്ന ന്യൂസ് തന്നെയാണെന്ന് വെക്കാം. ഇതാണ് ആ ജനന സർട്ടിഫിക്കറ്റ്. കേസ്മാർട്ട് ആപ്പിൽ 2008 ജനിച്ചു എന്ന് പറയുന്ന മൊണാലിസയുടെ ജനനം ഈ സർട്ടിഫിക്കറ്റ് പ്രകാരം 2009 ഡിസംബർ 30 ജനന സമയം പുലർച്ചെ 5:50. തിരുവനന്തപുരത്ത് നൽകിയ സർട്ടിഫിക്കറ്റ് അനുസരിച്ചാണെങ്കിൽ അവൾക്ക് വിവാഹപ്രായമായിട്ടുണ്ട്, പ്രശ്നമില്ല. എന്നാൽ ഇക്കാണുന്നതാണ് ശരിയെങ്കിൽ മധ്യപ്രദേശ് ജില്ലയിലെ നിമാർ ജില്ലയിലെ മഹേശ്വർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ജയ്സിംഗ് ഭോസ്ലെയുടെയും ലത ഭോസ്ലെയുടെയും മകളായി മൊണാലിസ ജനിച്ച ആ തീയതി ശരിയാണെങ്കിൽ അവൾക്ക് പ്രായം തികഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ പ്രശ്നം ഗുരുതരമാകും. പോക്സോ കേസ് ആകാനും സാധ്യതയുണ്ട്. കല്യാണം കഴിച്ച ഫർമാൻ മാത്രമല്ല, കല്യാണത്തിന് മാല കൊണ്ടുപോയി കൊടുത്ത നേതൃത്വം CPM നേതാക്കൾ ഉൾപ്പെടെ ഈ കേസിൽ പെടാനും സാധ്യതയുണ്ട്. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് മാല കൊടുത്ത് കാല് വണങ്ങിയ ശിവൻകുട്ടി അണ്ണനും ഗോവിന്ദണ്ണനും റഹീമിക്കൊക്കെ പെട്ടെന്നാണ് തോന്നുന്നത്. ഇങ്ങനെയാണെങ്കിൽ 18 പോലും കഴിയാത്ത പെണ്ണിനെയാണ് കല്യാണം കഴിപ്പിച്ച് വിട്ടത്. എനിക്കിപ്പോഴും ഒരു സീൻ ഓർമ്മയുണ്ട്. 3 പേരും നിരന്ന് നിൽക്കുന്നു, എന്നിട്ട് ഒരു ഗ്യാപ്പ് ഇട്ട് ആൾക്കാർ നിൽക്കുന്നു. ഇവിടുന്ന് ഫർമാനും മൊണാലിസയും കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ശിവൻകുട്ടിയുടെ കല്ല് അണ്ണാ നമസ്കരിക്കണം അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എന്നും പറഞ്ഞ് വീഴുന്ന ആ ഒരു രംഗമൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വിവരവും ഇല്ലെന്നുള്ളതാണ്. ഇതുമായിട്ട് പ്രതികരിച്ചൊന്നും പിന്നീട് കണ്ടിട്ടില്ല. എവിടെ പോയി, വളത്തിൽ ഒളിച്ചോ? ഇത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശം. ഇവരന്ന് നൽകിയിരുന്ന ഡോക്യുമെന്റ്സിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ആധാർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ്. ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് എനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല, ഇരിപ്പുണ്ട്, സാധനം ഇരിപ്പുണ്ട്, പക്ഷേ കാണിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിനൊരു പോളിസി ഉണ്ട്. ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോൾ അതിനകത്ത് അഡ്രസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് കിട്ടും. വീഡിയോ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്യും. എനിക്ക് കഴിഞ്ഞ വീഡിയോ അതുപോലെ തന്നെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പെണ്ണിന്റെ ഏതോ ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ അടുത്ത് കാണിച്ച് യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി അത് ഡിലീറ്റ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് റിമൂവ് ചെയ്തു. പിന്നെ നമ്മൾ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. ഈ സാധനം ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനൽ ഇട്ടേക്കാം, ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഈ മൊണാലിസ നമ്മളെ കാണിച്ച ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്ന് പറയുന്നത് 5/6/2025 അതാണ് കോമഡി. എന്നാൽ പേരൻസ് നൽകിയിരിക്കുന്ന ആ ഒരു സർട്ടിഫിക്കേഷനകത്ത് മൊണാലിസയുടെ ബർത്ത് ഡേറ്റിന്റെ അന്ന് തന്നെയാണ് രജിസ്ട്രേഷൻ ഡേറ്റും വരുന്നത്. എന്താണ്ടേ 3/12/2009. രജിസ്ട്രേഷൻ യൂണിറ്റ് നെയിം കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ മഹേശ്വർ. ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ തിരുത്താൻ പറ്റുമോ? കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്തതിന്റെ ഡേറ്റ് കടത്തിയിട്ടുണ്ട്.
അപ്ഡേറ്റഡ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് 5/6/2025 കൊടുത്തേക്കുന്നത്. നോ ഐഡിയ അതിനകത്ത് എന്താ സംഭവം എന്ന്. പേരൻസ് കാണിച്ചിരിക്കുന്നതിനകത്ത് പെണ്ണിന് വയസ്സ് 17, ഇവർ കൊടുത്തിരിക്കുന്നതിനകത്ത് വയസ്സ് 18 അപ്പോൾ ഇതാണ് നിലവിൽ ഒരു വള്ളിയായിട്ട് വന്നേക്കുന്നത്. മൊണാലിസ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് വ്യാജമാണെങ്കിൽ നമ്മുടെ മന്ത്രി പെടുമെന്നുള്ളതാണ്. സാധനം പോക്സോ കേസാണ്. ഫർമാൻ അകത്ത് കിടക്കും. കുടുംബജീവിതം എന്തായി തീരുമെന്തോ. ആൻഡ് വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വന്ന മൊണാലിസയുടെ വീഡിയോ, ഇന്നലെ വന്ന വീഡിയോ, അതിനകത്ത് മൊണാലിസ പറയുന്നുണ്ട്, दोस्तों मैं मोनालिसा भोसले और ये मेरे पति फरमान खान है और मैं वीडियो एक लेटर के साथ सभी को मेल कर रही हूँ, तो प्लीज हमारी मदद करो. हमें खुलेआम मारने की, काटने की धमकी दी जा रही है. मुख्यमंत्री, टीआई कमिश्नर, मीडिया वालों को सभी तक ये लेटर जाएगा. हमारी मदद करो प्लीज. ഓക്കെ, മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും ലെറ്ററും പ്ലസ് ഈ വീഡിയോയും കൂടെ അയക്കുകയാണ്, ഹെൽപ്പ് ചെയ്യൂ എന്നും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഇതിനകത്ത് കുറെ കളി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ഉള്ള കാര്യം പറയാലോ. ആൻഡ് ഈ ഫർമാന്റെ, ഈ ചെറുക്കൻ്റെ അച്ഛൻ്റെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറയുന്നത് ഇവന് കല്യാണം കഴിക്കണമെന്ന് പോലും നമ്മുടെ അടുത്ത് വരെ പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരൻ ഈ ഒരു മാരേജ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. തികച്ചും ഞങ്ങൾ ഭയങ്കര ദുഃഖിതരാണ്. ഞങ്ങൾ ഈ ഒരു കാര്യം മീഡിയയോടാണ് അറിഞ്ഞത്, അതിനുശേഷം ഉറങ്ങിയിട്ടില്ല. ആൻഡ് വേറൊരു കാര്യം കൂടെ എടുത്തു പറയുന്നുണ്ട്, മൊണാലിസ വേറൊരു മതത്തിൽപ്പെട്ടതാണ്, നമ്മൾ മുസ്ലിം മതത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഫ്യൂച്ചറിൽ ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് പുള്ളി പറയുന്നത്. और जी इस शादी के बारे में हमें उन्होंने कुछ नहीं बताया. हम उससे खुश नहीं हैं इस शादी के मामले में. जब उसने मुझे वो दिखाई उन्हें वीडियो, तो मैं रात को पूरी रात सोया नहीं. मैं दुखी था बहुत ज़्यादा. मेरा मन इतना दुखी होगा कि मुझे नींद नहीं आई. ഇതാണ് ഫർമാൻ്റെ അച്ഛൻ. അതുപോലെ തന്നെ മൊണാലിസ ഭോസ്ലെയുടെ പിത, പുള്ളിക്കാരൻ പറയുന്നത് എൻ്റെ മകളെ ട്രാപ്പ് ചെയ്ത് കല്യാണം കഴിപ്പിച്ചതാണ് എന്നുള്ള തരത്തിലൊക്കെയാണ്. ഗ്രാമത്തിലെത്തി അവളുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ കണ്ടു. അവരെല്ലാം പറഞ്ഞത് കേരളത്തിൽ സിനിമയിൽ അഭിനയിപ്പിക്കാൻ കൊണ്ടുപോയി ചതിയിൽപ്പെടുത്തി മകളെ വിവാഹം കഴിപ്പിച്ചു എന്നാണ് അവളുടെ അച്ഛൻ. तो ये बोल के भेजा वहाँ से कि आप चले जाओ, इसको तो पढ़ा लिखा के फिल्म बनाएंगे इधर. बोले कि तुम्हारे को कोई चीज का टेंशन नहीं. बोले लड़की सिर्फ पढ़े लिखे ज्ञान. मैं इधर आया तो सब मैं देख रहा हूँ मोबाइल में, तो सब शादी हो गई. तो मैं इसके लिए सोचता हूँ कि कोई मेरा साथ दे, कि कोई लड़की को मेरे तक ले आए. മധ്യപ്രദേശ് പോലീസ് കേസെടുത്താൽ തനിക്ക് വിവാഹപ്രായം ആയി എന്ന് തെളിയിക്കേണ്ടത് മൊണാലിസയുടെ ബാധ്യതയാവുകയാണ്. മൊണാലിസയുടെ മാത്രമല്ല, ഇവിടെ വിവാഹം നടത്താൻ സഹായം നൽകിയവരുടെയും. ഇത് കൂടാതെ തന്നെ ഒരുപാട് ലവ് ജിഹാദ് ട്രോൾസും അതുപോലെ തന്നെ അടുത്ത ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് കുറേ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഒരു പോസ്റ്റ്, കണ്ടില്ലേ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. ഇതാണ് മറ്റൊരു പോസ്റ്റ്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4. ഇങ്ങനെ കാണാൻ ഭാവിയിൽ സംഭവിച്ചാൽ ഇത് നമ്മുടെ തലമണ്ടക്കിട്ട് ഇരിക്കും എന്നുള്ളതാണ് വേറൊരു കോമഡി. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർമാന്റെ വീട്ടുകാർ ഈ പെണ്ണിനെ അംഗീകരിക്കത്തില്ലെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വേറെ മതത്തിൽപ്പെട്ടതാണ്, അത് ഫാമിലിയിൽ നല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇനി ഈ ഫർമാന് തോന്നുകയാണ് തൻ്റെ വീട്ടുകാർ വേണം, തൻ്റെ വീട്ടിൽ പോയി താമസിക്കണം. അപ്പോൾ ഉറപ്പായിട്ടും ചിലപ്പം പറയും ഇവളെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മതം മാറ്റണം. അങ്ങനെ കാണും ഇവർ ഭാവിയിൽ കുറച്ച് നാളുകൾ കഴിഞ്ഞ് മതം വല്ലതും മാറുകയാണെങ്കിൽ തീർന്നു. ഇപ്പൊ കേരള സ്റ്റോറി 2 മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഇതുകൂടെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ആൾക്കാരങ്ങ് ഉറപ്പിക്കും 3ഉം 4ഉം ഒക്കെ ഇറങ്ങും. അല്ലെ, വഴിയെ പോയ വള്ളി കോണാൻ ചുറ്റി വലിച്ച് തലമണ്ട ഇട്ട പോലെ ആയിപ്പോയി. ഞാൻ ഈ പറഞ്ഞതിന് സാധ്യതയുണ്ട്. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണിന് യാതൊരു വിവരവും ഇല്ല. അവളെ ഏത് രീതി വേണമെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാം. 2, ഇവന് നാളെ കുടുംബം വേണമെന്ന് തോന്നുവാണെങ്കിൽ അവരങ്ങനെ ഒരു നിർദ്ദേശം പറയുവാണെങ്കിൽ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു. അതാണ് പ്രശ്നം. പിന്നെ ഇവർ കേരളത്തിൽ സിനിമയ്ക്കിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞ സംഭവം ശരിയാണ്. നമ്മുടെ നീലത്താമരയിൽ അണ്ണൻ്റെ കൂടെ ഒക്കെ വെക്കുന്ന ഒരു വീഡിയോ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഈ കല്യാണത്തിന് മുമ്പ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ ഇതാണ് ആ ഒരു വീഡിയോ. മൊണാലിസ ഭോസ്ലെയും പുള്ളിയുടെ പേര് കലേഷ് അങ്ങനെ എന്തോ ഇല്ലയോ, നീലത്താമരയിൽ അണ്ണൻ. ഇതാണ് ഗൈസ്. ഈ സിനിമയിലായിരിക്കും മറ്റേ ലവൻ പറഞ്ഞത് നാഗമ്മയോ ആ പടം ഇതിനകത്ത് അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്തോ ആയിരിക്കണം. ഈ കൊച്ചിന് ഇത്രയെങ്കിലും സെലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ലുക്കായിട്ടുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പറയാമല്ലോ. ആ മാലയിന്നിട്ട് നടന്ന കൂതർ ലുക്കിൽ ആ ഒരു കണ്ണൊക്കെ ഇങ്ങനെ തെള്ളി നിൽക്കുന്ന കുറച്ച് ഫിൽറ്റർ ഇട്ട ഫോട്ടോയ്ക്കകത്ത് ഒരു ലുക്ക് തോന്നി. ഒരിക്കലൊക്കെ ഇറക്കിയ സമയത്ത് വലിയ മെനയൊന്നും ഇല്ല. ഇത് പണ്ടൊരു ഗായിക ഉണ്ടായിരുന്നല്ലോ ഇടയ്ക്ക് ഫേമസ് ആയ, അവരുടെ പേരെന്തുവായിരുന്നു, അവരുടെയൊക്കെ അവസ്ഥ ആവത്തേ ഉള്ളൂ ഇതിന്. ഓൾറെഡി ആയി. അതാണ്ട് ഇവര്
രേണു മൊണ്ടൽ. ഇതെന്തുവാടെ ഇത്? ഈ കോലം കണ്ടാൽ മനസ്സിലാവത്തില്ല. ഈ കോലം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണെന്നാണ് അറിയാൻ സാധിച്ചത്. കോമഡി സ്റ്റാർ വരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലേ ഇവര്. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. പഴയ സിറ്റുവേഷനേക്കാളും മോശം സിറ്റുവേഷനിൽ നിന്നാണ് ഗൂഗിൾ മഹാദേവൻ പറയുന്നത്. എന്താണെങ്കിലും ഈ മൊണാലിസ എന്ന് പറയുന്ന ആളുടെ ഊത്ത് തീർന്നിട്ടുണ്ട് ഈ ഒരു കല്യാണം കാരണം. ഇവർക്ക് നോർത്ത് ഇന്ത്യയിലായിരുന്നല്ലോ ഒരു ഫാൻസ് ഒക്കെ ഉള്ളത്. നോർത്ത് ഇന്ത്യക്കാർ മൊത്തം എതിരായിട്ടുണ്ട്, കംപ്ലീറ്റ് എതിരായിട്ടുണ്ട്. ഇനി ഇവരെ വെച്ച് ആരെങ്കിലും സിനിമ എടുത്തു കഴിഞ്ഞാൽ അതുവരെ ചിലപ്പോൾ ബോയ്ക്കോട്ട് ചെയ്ത് കളയും. അപ്പോൾ അത്ര റിസ്ക് എടുക്കാനൊന്നും പ്രൊഡ്യൂസേഴ്സ് ഇനി മുതിരില്ല, മനസ്സിലായ? അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ ഊത്ത് തീർന്ന് ഈ നല്ല പ്രായത്തിൽ കുറച്ച് റോളൊക്കെ എവിടെന്നെങ്കിലും ഒപ്പിച്ച് 4 കായ ഉണ്ടാക്കാൻ നോക്കാനുള്ളത്. പുള്ളിക്കാരത്തേക്ക് പിന്നെയും മറ്റേ സ്ട്രീറ്റിലോട്ട് പോകാൻ തന്നെയാണ് താല്പര്യമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കണമല്ലോ ഈ മുട്ടയെന്ന് ഉരിയുന്ന മുമ്പ് മുട്ടത്തോടും തലയും വെച്ചിട്ട് കല്യാണം കഴിച്ചത്. ഞാൻ ആദ്യം ഈ കല്യാണത്തിന്റെ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു 22 വയസ്സെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചു. പിന്നീട് ഏജിന്റെ കേസ് വന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഓക്കെ 18 കൊണ്ട് കണിഞ്ഞതേ ഉള്ളെന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് മൊണാലിസയുടെ വിശേഷങ്ങൾ. കൂടുതൽ എന്തെല്ലാം ഉണ്ടെങ്കിൽ വേറെ വഴിയായിട്ട് വരാം. അപ്പം ശരി.